بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أن للذين ظلموا ما في الأرض جميعا ومثله معه لافتدوا به من سوء العذاب يوم القيامة وبدا لهم من الله ما لم يكونوا يحتسبون وبدا لهم سيئات ما كسبوا وحاق بهم ما كانوا به يستهزئون فإذا مس الإنسان ضر دعانا ثم إذا خولناه نعمة منا قال إنما أوتيته على علم بل هي فتنة ولكن أكثرهم لا يعلمون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് ഏവരെയും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 39-ാം അധ്യായമായ സൂറത്ത് സുമറിലെ 46 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഇൻഷാ അള്ളാഹ് 47, 48, 49 ആയത്തുകളാണ് നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു പഠിക്കാനും പകർത്താനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കയിലെ മുശ്രിക്കുകളുടെ ചില നിലപാടുകളും ആ നിലപാടുകൾ നിങ്ങൾക്ക് ഉണ്ടാകരുതെന്നും സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തുകളിൽ നമ്മെ ബോധ്യപ്പെടുത്തി. മക്കയിലെ മുശ്രിക്കുകൾ അവന് മാത്രമാകണം ആരാധന, അള്ളാഹുവിനെ മാത്രം പറഞ്ഞാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾക്ക് ഒരു അസഹ്യതയുണ്ടാകുമെന്നും, എന്നാൽ അള്ളാഹുവിനെ കൂടെ അവർ ആരാധിക്കുന്ന ആളുകളെ കൂടെ പറയപ്പെട്ടാൽ അവർക്ക് വല്ലാത്ത സന്തോഷവും ഉണ്ടാവുക എന്നത് മക്കയിലെ മുശ്രിക്കുകളുടെ സ്വഭാവമായിരുന്നു. അത്തരം സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തിൽ ഓർമ്മപ്പെടുത്തി. 47-ാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും സ്വീകരിക്കാതെ അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ഹറാമുകൾ കാണുകയും ഹറാമിലൂടെ സമ്പാദിക്കുകയും അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ചിലവഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, അവർ ഏറ്റവും വലിയ അക്രമികളാണ്. ഏറ്റവും വലിയ അക്രമം ഷിർക്കാണ്. ഇന്ന ഷിർക ലളുൽമുൻ അലീം. വമ്പൻ അക്രമം അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നതാണ്. ഒരിക്കലും പൊറുക്കാത്ത, നരകത്തിൽ ശാശ്വതമായി കിടക്കുന്ന ഏറ്റവും വലിയ അക്രമം അത് ഷിർക്കാണെന്ന് അള്ളാഹു തആല പറഞ്ഞു. അപ്പൊ ഏത് അക്രമങ്ങളാകട്ടെ, ആ അക്രമം പ്രവർത്തിച്ച ആളുകൾ നാളെ പരലോകത്ത് എത്തുമ്പോൾ ആ ചെയ്ത അക്രമത്തിനെ കുറിച്ച് അവരുടെ അവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 47-ാമത്തെ ആയത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വലൗ അന്ന ലില്ലദീന ളലമൂ മാ ഫിൽ അർളി ജമീഅൻ വമിസ്ലഹു മഅഹു ലഫ്തദൗ ബിഹി മിൻ സൂഇൽ അദാബി യൗമൽ ഖിയാമ وبدا لهم من الله ما لم يكونوا يحتسبون. ولو أن للذين ظلموا, ولو أن ഉണ്ടായിരുന്നുവെങ്കിൽ, ലില്ലദീന ളലമു, ളുൽമ് അക്രമം, ളലമു അവർ അക്രമം ചെയ്തു, ലില്ലദീന ളലമു അക്രമം ചെയ്തവർ, മാഫിൽ അർളി ഭൂമിയിലുള്ളത് ജമീഅൻ മുഴുവനും, മാഫിൽ അർളി ജമീഅ ഭൂമിയിലുള്ളത് മുഴുവനും, വമിസ്ലഹു അതിൻ്റെ അത്രയും, മഅഹു അതോടുകൂടി. അപ്പൊ ഭൂമിയിലുള്ളത് മുഴുവനും അത്രയും അക്രമം ചെയ്ത ആളുകൾ എന്തു ചെയ്യും? ലഫ്തദൗ ബിഹി, അവരത് കൊടുത്ത് മോചനം തേടാൻ ആഗ്രഹിക്കും, അവരത് ദണ്ഡം കൊടുക്കുന്നതാണ്. മിൻ സൂഇൽ അദാബ്, കഠിനമായ ശിക്ഷ നിമിത്തം. ഏറ്റവും ചീത്ത അദാബ്, ശിക്ഷയുടെ ആ കെടുതി നിമിത്തം, അതിൻ്റെ ഭയാനകത നിമിത്തം എന്തു ചെയ്യും? ലഫ്തദൗ ബിഹി, ഭൂമിയിലുള്ളത് മുഴുവനും അത്രയും കൂടി അവര് ആ ശിക്ഷയുടെ കാഠിന്യ നിമിത്തം അത് കൊടുത്തുകൊണ്ട് മോചനം തേടാൻ അവർ ആഗ്രഹിക്കും. യൗമൽ ഖിയാമത്തി, എവിടെ? അന്ത്യനാളിൽ. വബദാലഹും,
വബജ വെളിവാവുകയും ചെയ്യും, ലഹും അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യും, മിനല്ലാ അള്ളാഹുവിൽ നിന്ന് അവർക്ക് വ്യക്തമായി വെളിവാക്കി കൊടുക്കുകയും ചെയ്യും, മാലം യകൂനു യഹ്തസിബൂൻ അവർ കണക്ക് കൂട്ടിയിട്ടില്ലാത്ത പലതും, അവർ വിചാരിച്ചിട്ടില്ലാത്ത പലതും അവർക്ക് വെളിവാക്കി കൊടുക്കുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 47-ാമത്തെ ആയത്തിൽ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിച്ച് ദുനിയാവിലെ തോന്നിവാസികളായി അക്രമികളായി നാം ജീവിച്ചാൽ, ആ ജീവിച്ച ആളുകൾ അവർ ദുനിയാവിൽ നിന്ന് ചെയ്ത ആ അക്രമങ്ങൾക്ക് പകരമായി പരലോകത്തെ ശക്തമായ ശിക്ഷ, സഹിക്കാൻ കഴിയാത്ത ഭയാനകരമായ കഠിനമായ ശിക്ഷ അവർ അനുഭവിക്കുമ്പോൾ, ആ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുവാൻ, അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ എന്തും കൊടുക്കാൻ അവർ തയ്യാറാകും. എന്തെങ്കിലും കൊടുത്തുകൊണ്ട് ആ നരകശിക്ഷയിൽ നിന്നൊരു രക്ഷപ്പെടാൻ കഴിയുമോ എന്ന ഒരു ശ്രമം അവർ നടത്തുമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതിനുദാഹരണമായിട്ട് അല്ലാഹു പറഞ്ഞതെന്ത്? ലഫ്തദൗ ബിഹി മിൻ സുഇൽ അദാബ് ഭൂമിയിലുള്ളത് മുഴുവനും അത്രയും ഭൂമിയിലുള്ളതിന്റെ ഇരട്ടി അത് മുഴുവനും ഈ നരകശിക്ഷയിൽ നിന്ന്, ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ദണ്ഡം കൊടുക്കാനും അവർ തയ്യാറാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പക്ഷേ കൊടുക്കാൻ കഴിയുമോ? എന്തെങ്കിലും ഒന്ന് പരിഹാരമാർഗമായി പകരമായി ഒന്ന് കൊടുത്തുകൊണ്ട് ആ ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നാണ് അല്ലാഹു തആല ബോധ്യപ്പെടുത്തുന്നത്. എന്ത് തന്നെ കൊടുത്താലും കൊടുക്കാൻ കഴിയില്ല. ഇനി കൊടുത്താൽ തന്നെ രക്ഷപ്പെടാനും കഴിയില്ല എന്ന് മാത്രമല്ല, അല്ലാഹു തആല വീണ്ടും പറയുന്നു, വബദാലഹും മിനല്ലാഹ് മാ ലം യകൂനൂ യഹ്തസിബൂൻ അവർ കണക്ക് കൂട്ടിയിട്ടില്ലാത്ത, അവർ വിചാരിച്ചിട്ടില്ലാത്ത, അവർ ചിന്തിച്ചിട്ടില്ലാത്ത പലതും അള്ളാഹുവിങ്കൽ നിന്ന് അവർക്ക് വെളിവാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ്. അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന, ഊഹിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത കഠോരമായ ശിക്ഷയായിരിക്കും അവിടെ അനുഭവപ്പെടുക. മുമ്പ് അവർക്ക് അത്തരത്തിലുള്ള ഒരു ശിക്ഷ ആലോചിക്കാൻ പോലും ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ അവർക്ക് ആലോചനയിൽ പോലും വരാതിരുന്ന പല യാഥാർത്ഥ്യങ്ങളും, ആ ശിക്ഷാമുറകളും, വിവിധങ്ങളായിരിക്കുന്ന ശിക്ഷാമുറകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവർക്കങ്ങ് വെളിവാക്കി കൊടുക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ, ആ ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ ഒന്നും ചെയ്യരുത്. അല്ലാഹു ഹറാമാക്കിയത് കാണാൻ നിൽക്കരുത്. അല്ലാഹു സമ്പാദിക്കുന്നത് അത് ഹലാലും ഹറാമും നോക്കിയിട്ടാകണം. ചെലവഴിക്കുന്നിടത്ത് വരവിന്റെയും ചെലവിന്റെയും കണക്ക് കൃത്യമായി റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ബോധിപ്പിക്കേണ്ടി വരും. ഒരു നിലക്കുമുള്ള അക്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അക്രമികളായാൽ നാളെ നരകത്തിലെത്തേണ്ടി വരും. ആ നരകത്തിൽ നിന്ന് ഒന്നും നമ്മെ രക്ഷപ്പെടുത്തുകയില്ല എന്ന ശക്തമായിരിക്കുന്ന മുന്നറിയിപ്പ്. തുടർന്ന് 48-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, വബദാലഹും സയ്യിആതു മാ കസബൂ വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ വബദാലഹും അവർക്ക് വെളിവാകുകയും ചെയ്യും, വെളിവാകും ലഹും അവർക്ക് സയ്യിആത്ത് തിന്മകൾ, എല്ലാ തിന്മകളും അവർക്ക് വെളിവാകും, മാ കസബു അവർ പ്രവർത്തിച്ചതിന്റെ, ദുനിയാവിൽ നിന്ന് ചെയ്ത എല്ലാ തിന്മകളും, ചെറുതും വലുതുമായ എല്ലാ തിന്മകളും ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്തത് അവർക്ക് വബദാലഹും ആ അക്രമികളായ ആളുകൾക്ക് അങ്ങ് വെളിവാക്കി കൊടുക്കുകയും ചെയ്യും, വഹാഖ ബിഹിം അവരിൽ വലയം ചെയ്യും, മാ കാനൂ ബിഹി അവർ ഏതൊരു കാര്യമായിരുന്നുവോ യസ്തഹ്സിഊന പരിഹാസം കൊണ്ടത്, ഏതൊന്നിനെയാണോ അവർ പരിഹസിച്ചത് ആ പരിഹസിച്ച കാര്യങ്ങൾ അത് അവരിൽ വലയം ചെയ്യുകയും ചെയ്യും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. പരിശുദ്ധമായ ദീനിനെ പരിഹസിച്ചവർ പരലോകമോ, അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പോ, സ്വർഗമോ നരകമോ, നരകത്തിലെ ചെങ്ങലകളോ, അവിടെ കൊളുത്തുകളോ, അവിടെ ഭയാനകരമായ ശിക്ഷകളോ, അവിടുത്തെ പാനീയങ്ങൾ, അങ്ങനത്തെ പാനീയങ്ങളോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരലോകത്തെയും നരകത്തെയും ഒക്കെ പരിഹസിച്ച ആ ആളുകൾ ഏതൊന്നിനെയാണോ പരിഹസിച്ചത് ആ പരിഹസിച്ചത് അവരിൽ വലയം ചെയ്യുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വബദാലഹും സയ്യിആതു മാ കസബൂ വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ അവർ സമ്പാദിച്ചു വെച്ചതിന്റെ തിന്മകളും അവർക്ക് വെളിവാക്കപ്പെടും. അവർ യാതൊന്നിനെ കുറിച്ച് പരിഹാസം കൊണ്ടിരുന്നുവോ അത് അവരിൽ വന്ന് വലയം ചെയ്യുകയും ചെയ്യും. എല്ലാവിധ തിന്മകളും അവർക്ക് വെളിവാക്കപ്പെടും. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ ആർക്കാണോ അവിടെ നന്മകൾക്ക് ഭാരം കൂടുന്നത് അവരുടെ ജീവിതം തൃപ്തികരമായിരിക്കുമെന്നും, എന്നാൽ അവിടെ നന്മകൾക്ക് പകരം തിന്മയാണ് ഭാരം കൂടുന്നതെങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതം അവർ നരകത്തിലായിരിക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ അണുമണി തൂക്കം നന്മ ചെയ്തവർ ആ നന്മയെ നാളെ പരലോകത്ത് നിന്ന് കാണുക തന്നെ ചെയ്യും.
അണുമണി തൂക്കം തിന്മ ചെയ്തവർ ആ തിന്മയെയും നാളെ പരലോകത്ത് നിന്ന് കാണേണ്ടി വരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക്, നിയമങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കാൻ നിൽക്കരുത്. അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞതിനെ പരിഹസിക്കാൻ നിൽക്കരുത്. തിന്മകൾ ചെയ്യുന്നവരായി നമ്മൾ മാറരുത് എന്ന ശക്തമായിരിക്കുന്ന സന്ദേശമാണ് ഈ രണ്ട് ആയത്തുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. ഫഇദാ മസ്സൽ ഇൻസാന ദുർറുൻ ദഅനാ സുമ്മ ഇദാ ഖവ്വൽനാഹു നിഅമതൻ മിന്നാ ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽം ബൽ ഹിയ ഫിത്നതുൻ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. ഏകദേശം ആളുകളിലൊക്കെ ഉള്ള ഒരു പൊതു സ്വഭാവത്തെക്കുറിച്ചാണ് 49ാമത്തെ ആയത്തിൽ പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, പലരിലും കാണപ്പെടുന്ന ഒരു ദുഷിച്ച ഒരു സ്വഭാവം. ആ സ്വഭാവത്തെ അല്ലാഹു തആല എടുത്തു കാണിച്ചു തരികയാണ്. എന്താണ് ആ സ്വഭാവം? ഫഇദാ മസ്സ, ബാധിച്ചാൽ, സ്പർശിച്ചാൽ, അൽ ഇൻസാന, മനുഷ്യരെ ബാധിച്ചാൽ, ളുർറുൻ, വല്ല ഉപദ്രവങ്ങളും അവനെ ബാധിച്ചാൽ, ദഅന, അവൻ നമ്മെ വിളിക്കും. ദഅന, അവൻ നമ്മെ വിളിക്കും. സുമ്മ, പിന്നീട്, ഇദാ ഖവ്വൽനാഹു, അവന് നാം അധീനമാക്കി ദാനമായി കൊടുത്താൽ, നിഅമതൻ മിന്നാ, നമ്മിൽ നിന്ന് വല്ല അനുഗ്രഹവും അവന് നാം ദാനമാക്കി കൊടുത്താൽ, ഖാല, അവൻ പറയും, ഇന്നമാ ഊതീതുഹു, നിശ്ചയമായും അതെനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആ നിഅമത്ത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അലാ ഇൽമിൻ, അറിവുള്ളതിന്റെ പേരിലാണ്. എനിക്കല്ല, എൻ്റെ അറിവിന്റെ, എൻ്റെ സാമർത്ഥ്യത്തിന്റെ പേരിലാണ് എനിക്ക് ആ അനുഗ്രഹം കിട്ടിയത് എന്നവൻ പറയും. ബൽഹിയ, പക്ഷേ അത് ഫിത്നത്തുൻ, ഒരു പരീക്ഷണമാണ്. ഫിത്ന, പരീക്ഷണമാണ്. വലാകിന്ന അക്സറുഹും ലാ യഅലമൂൻ, പക്ഷേ അധികം ആളുകളും ലാ യഅലമൂന, അറിയുന്നില്ല. ഇതാണ് ഈ ആയത്തിന്റെ പദാർത്ഥം. ഫഇദാ മസ്സൽ ഇൻസാന ദുർറുൻ ദഅനാ, എന്നാൽ മനുഷ്യനെ വല്ല ഉപദ്രവവും സ്പർശിച്ചാൽ, ബാധിച്ചാൽ, ദഅന, അവൻ നമ്മെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതാണ്. നമ്മോട് മാത്രം അവൻ വിളിച്ചു പ്രാർത്ഥിക്കും. പക്ഷേ സുമ്മ ഇദാ ഖവ്വൽനാഹു നിഅമതൻ മിന്നാ, എന്തെങ്കിലുമൊക്കെ വേദനകൾ ഉണ്ടായാൽ അവൻ നമ്മോട് വിളിക്കും. അവനിക്ക് വല്ല രോഗം ഉണ്ടായി, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിലെ രോഗങ്ങളുണ്ടായി, സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടായി, അല്ല വല്ല പരീക്ഷണങ്ങളും ഉണ്ടായി, വെള്ളപ്പൊക്കങ്ങളോ അല്ലെങ്കിൽ മാറാവ്യാധികളോ ഉണ്ടായി, അല്ലെങ്കിൽ അവന്റെ കച്ചവടത്തിൽ ധനനഷ്ടങ്ങൾ ഉണ്ടായി, ജോലിയില്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടായി, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ വല്ല ഉപദ്രവങ്ങളും വല്ല വേദനകളും അവനെ ബാധിച്ചാൽ അവൻ എന്ത് ചെയ്യും? ദഅന, അവൻ ആത്മാർത്ഥമായി, അല്ലാഹ് കാക്കണേ, നീ അല്ലാതെ എന്നെ രക്ഷപ്പെടുത്താനില്ല, നീ അല്ലാതെ എന്നെ സഹായിക്കാനില്ല, അല്ലാഹുവേ, അല്ലാഹ് അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് പാതിരാ സമയങ്ങളിലൊക്കെ അവൻ എന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നവനാണ്. പക്ഷേ സുമ്മ ഇദാ ഖവ്വൽനാഹു നിഅമതൻ മിന്നാ, പിന്നീട് നമ്മുടെ പക്കൽ നിന്ന് വല്ല അനുഗ്രഹവും നാം അവന് ദാനമായി അധീനമാക്കി കൊടുത്താലോ, എന്ന് പറഞ്ഞാൽ അവന്റെ ആ ബുദ്ധിമുട്ടെല്ലാം മാറി, അവന്റെ രോഗം സുഖപ്പെട്ടു, അവന് നല്ല റാഹത്തായി, നല്ല ആരോഗ്യം തിരിച്ചു കിട്ടി, അവനക്ക് നല്ല ജോലി കിട്ടി, അവന്റെ ബുദ്ധിമുട്ടുകളെല്ലാം അവൻ ചോദിച്ച ആ പ്രയാസങ്ങൾ, എന്നോട് ചോദിച്ച എല്ലാ പ്രയാസങ്ങളും ഞാൻ അവന് ദാനമാക്കി അങ്ങ് സുഖപ്പെടുത്തി കൊടുത്താൽ പിന്നീട് ആ മനുഷ്യന്റെ സ്വഭാവം മാറും എന്നാണ് അള്ളാഹു പറയുന്നത്. പിന്നെ അവന്റെ സ്വഭാവം എന്തായിരിക്കും? ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽം, അതുവരെ പ്രയാസങ്ങൾ ഉണ്ടായപ്പോ അള്ളാഹ് വിളിച്ചു പറഞ്ഞവൻ, ജോലി ഇല്ല, അള്ളാഹുവേ ഒരു മാന്യമായ ജോലി തരണേ, അള്ളാഹ് വീടില്ല, എനിക്ക് മാന്യമായ ഹലാലായ രീതിയിൽ ഒരു വീട്, ചെറിയൊരു വീടെങ്കിലും എടുക്കാനുള്ള തൗഫീഖ് നൽകണേ, അള്ളാഹുവേ രോഗം കൊണ്ട് പ്രയാസത്തില്ല, രോഗം മാറ്റി തരണേ. ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ എന്നെ വിളിച്ച് അള്ളാഹുവേ എന്ന് വിളിച്ച് തേടിയവർ, അവരുടെ പ്രയാസങ്ങൾ ഞാൻ അങ്ങ് തീർത്തു കൊടുത്താൽ പിന്നീട് അവന്റെ സ്വഭാവം എന്തായിരിക്കും? ഖാല, അവൻ പറയും, ഇന്നമാ ഊതീതുഹു, ഇന്നമാ ഊതീതുഹു, ഇതെനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് തക്കതായ അറിവോടെ തന്നെയാണ്. അറിവോടെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടത്ര അറിവും സാമർഥ്യവും ഉള്ളതാണ്. എൻ്റെ സാമർഥ്യം, എൻ്റെ വിജ്ഞാനം, എൻ്റെ അറിവ്, അതുകൊണ്ടാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. ഞാൻ വീടുണ്ടാക്കിയത് എനിക്ക് സമ്പത്ത് ഉണ്ടാക്കാനുള്ള സാമർഥ്യം ഉണ്ടായിരുന്നു. ആ സാമർഥ്യം കൊണ്ടും എൻ്റെ അറിവ് കൊണ്ടും എൻ്റെ പക്വത കൊണ്ടൊക്കെയാണ് എനിക്ക് ആ അനുഗ്രഹം കിട്ടിയത് എന്ന് അവൻ അതുവരെ പ്രയാസങ്ങളുണ്ടായ സമയത്ത് അവൻ അല്ലാഹ് എന്ന് വിളിച്ചതിനെയൊക്കെ മറന്നുകൊണ്ട് അവൻ പറയും, എൻ്റെ സാമർഥ്യം അലാ ഇൽം, എന്റെ സാമർഥ്യം കൊണ്ടാണ് അത് കിട്ടിയത്. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കത് തന്നത് ഞാൻ അതിന് അർഹനായത് കൊണ്ടാണ്. ഒന്നിച്ചാണ് ജോലിക്ക് പോയത്, വിദേശത്ത് പോയി, ഒരാൾക്ക് അല്ലാഹു തആല നല്ല സമ്പത്ത് കൊടുത്തു, നല്ല ജോലി കൊടുത്തു, അവനിക്ക് വലിയ വീടായി, അവനിക്ക് വലിയ വാഹനങ്ങളായി, വലിയ ഒരുപാട് ഉയരങ്ങളിലെത്തി. അവനോടൊപ്പം പോയ ആള്, അവനിക്കൊന്നുമില്ല. ആ സമയത്തൊക്കെ ഈ ധിക്കാരിയായ ഈ മനുഷ്യൻ എന്താ പറയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കത് തന്നത് എന്റെ അർഹത നോക്കിയിട്ടാണ്,
അല്ലാഹു തആല എന്നെ പരിഗണിച്ചത് കൊണ്ടാണ് അത് തന്നത് എന്ന് പറയും ഈ മനുഷ്യൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പക്ഷേ അല്ലാഹു പറയുന്നു, അത്തരത്തിലുള്ള ചിന്ത വേണ്ട, വേണ്ട. നിങ്ങൾക്ക് ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങളൊക്കെ, ഏതൊരനുഗ്രഹങ്ങളാണെങ്കിലും, അത് സമ്പത്താകട്ടെ, ആരോഗ്യമാകട്ടെ, നിങ്ങളുടെ കുടുംബമാകട്ടെ, നിങ്ങളുടെ വാഹനങ്ങളാകട്ടെ, നിങ്ങളുടെ ജോലി, എല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ഒരു ദാനമായിട്ട് നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നതാണ്. അത് ഇല്ലാതെയാക്കാൻ എനിക്ക് കഴിയൂട്ടോ. നിങ്ങളുടെ സമ്പത്ത് ഇല്ലാതെയാക്കാൻ, നിങ്ങളുടെ ആരോഗ്യം ഇല്ലാതെയാക്കാൻ, വീണ്ടും നിങ്ങൾ ആ പഴയ പടിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുവാൻ എനിക്ക് കഴിയും. ഞാൻ നിങ്ങൾക്കത് ദാനമായി തരുന്നതാണ്. അതുകൊണ്ട് അഹങ്കരിക്കേണ്ട. വൽഹിയ ഫിത്ന, അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണമായിട്ട് തന്നതാണ്. വലാകിൻ അക്സറുഹും ലാ യഅലമൂൻ, പക്ഷേ അധികം ആളുകളും ആ വിവരം അറിയുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീതായി നൽകുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനു മുമ്പുള്ള ഒരു ആയത്തിൽ, 8ാമത്തെ ആയത്ത്, സൂറത്തു സുമറിലെ 8ാമത്തെ ആയത്ത് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ആ ആയത്ത് ഒന്നുകൂടെ പഠിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആ ആയത്തും ആ ആയത്തിന്റെ അർത്ഥവും. എത്രാമത്തെ ആയത്ത്? 8ാമത്തെ. വഇദാ മസ്സൽ ഇൻസാനു ളുർറുൻ ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി എന്ന് തുടങ്ങുന്ന ആയത്തും അതിന്റെ വിശദീകരണങ്ങളും അതിന്റെ അർത്ഥവും കൂടെ ഈ ആയത്തിനോട് ഒന്ന് ആഡ് ചെയ്തുകൊണ്ട് പഠിക്കണം എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് സമയത്തും അള്ളാഹുവിനെ വിളിക്കാൻ, അത് പരീക്ഷണ ഘട്ടങ്ങളിലും സന്തോഷഘട്ടങ്ങളിലും ആഹ്ലാദ ഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും സമ്പത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാ സമയത്തും അള്ളാഹ് എന്ന് വിളിക്കുവാൻ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളൊക്കെ അള്ളാഹു ഔദാര്യമായി ചെയ്തു തന്നതാണെന്നും അത് തിരിച്ച് എടുക്കാൻ ഏത് സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാണെന്നുമുള്ള ആ ഒരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ ആരോഗ്യത്തിന്റെ പേരിലോ, നമ്മുടെ സമ്പത്തിന്റെ പേരിലോ, നമ്മുടെ ജോലിയുടെ പേരിലോ, അതല്ലെങ്കിൽ നമ്മുടെ അർഹതകളുടെ, നമ്മുടെ അംഗീകാരങ്ങളുടെ, നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ പേരിൽ ഒരു നിലക്കും നമ്മൾ അഹങ്കാരം കാണിക്കരുത് എന്ന മഹനീയമായിരിക്കുന്ന സന്ദേശം അതോടുകൂടെ ഏത് പ്രയാസഘട്ടങ്ങളിലും അല്ലാഹ് എന്ന് മാത്രം വിളിക്കുന്നവനാകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. പഠിക്കാനും മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും അള്ളാഹുവിങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനും അങ്ങനെ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.